അവസാനം. പ്രിയ കൂട്ടുകാരെ, കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ ആരാ? ആരുമിണ്ടാവില്ല. എങ്കിൽ ഞാനൊരു കഥ പറയാം. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥ. കഥയുടെ പേര് ഒറ്റപ്പെടുത്തവർ. കാർ ഒരു വലിയ കെട്ടിടത്തിന് മുന്നിൽ നിർത്തി. ചെറുപ്പക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. കൂടെ ആ വൃദ്ധനുമുണ്ടായിരുന്നു. അയാൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായി. വലിയ മുറ്റവും പൂന്തോട്ടവും താമരക്കുളവുമുള്ള വലിയ കെട്ടിടം. വൃദ്ധനെന്നും പറയണ്ട, മുത്തശ്ശൻ എന്നും പറയാം. അതാണൊരിടം. മുത്തശ്ശൻ അവിടെയെല്ലാം അതിശയത്തോടെ നോക്കി. എന്തിനായിരിക്കും തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക? മുത്തശ്ശൻ മനസ്സിലോർത്തു. തന്റെ മോനെ കുറിച്ചോർത്ത് മുത്തശ്ശൻ അഭിമാനം കൊണ്ടു. എത്ര മിടുക്കൻ! അവർ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തെത്തി. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, എന്താ പേര്? എത്രയാ വയസ്സ്? ചെറുപ്പക്കാരൻ മടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛൻ. പേര് രാമൻകുട്ടി. വയസ്സ് 75. വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല. ഞാനും കുടുംബവും അങ്ങ് ദൂരെ ടൗണിലാ താമസിക്കുന്നത്. അവിടെയൊന്നും അച്ഛന് ശരിയാവില്ല. കൂടാതെ ബിപിയും ഷുഗറും ഒക്കെയുണ്ട്. ഇവിടെ ആവുമ്പോ മിണ്ടിയും പറഞ്ഞു മേടിക്കാൻ ഒത്തിരി ആളുണ്ടല്ലോ. എല്ലാം ശരിയാണെന്ന ഭാവത്തിൽ റിസപ്ഷനിസ്റ്റ് തലയാട്ടിക്കൊണ്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഏത് റൂമാ വേണ്ടേ? എസിയോ നോൺ എസിയോ? ഭക്ഷണം എന്താ വേണ്ടേ? വെജോ നോൺ വെജോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ അച്ഛന് ഒരു കുറവും വരുത്തിക്കൂടാ. ടിവിയും എസിയും ഒക്കെയുള്ള ഒരു വലിയ റൂം തയ്യാറാക്കിക്കോളൂ. അച്ഛന് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തേനെ, പൈസ കൃത്യസമയത്ത് തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ കാറിനടുത്തേക്ക് നടന്നു. അച്ഛന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനായി. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അതുവഴി ഒരു ഫാദർ കടന്നുപോയി. ആ കെട്ടിടത്തിന്റെ ഓണർ. അദ്ദേഹം മുത്തശ്ശനെ അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തി എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും സാധനങ്ങളുമായി തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാം? ഫാദർ പറഞ്ഞു, അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ ബാലനെ ദത്തെടുത്തിരുന്നു നിന്റെ അച്ഛൻ. അത് നിന്നോട് പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ മനസ്സ് അതിന് അനുവദിച്ചില്ല. നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടെ പൊക്കോളൂ. നിന്റെ അച്ഛനെ ഞങ്ങൾ നല്ലവണ്ണം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫാദർ നടന്നു നീങ്ങി. ചെറുപ്പക്കാരൻ ലജ്ജിച്ചുകഥകളായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനടുത്തേക്ക് ഓടി. അച്ഛ, എന്നോട് ക്ഷമിക്കൂ. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? എന്തിനായിരിക്കും അയാൾ അച്ഛനടുത്തേക്ക് ഓടിയത്? അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നമ്മെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു, തെരുവുകളിൽ വലിച്ചെറിയുന്നു. അരുത്, ഒരിക്കലും ചെയ്യരുത്. വാർദ്ധക്യം ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. നാമേവരും എത്തിച്ചേരുന്ന ഒരു ദുരവസ്ഥ. അതിനെ അവഗണിക്കരുത്. നന്ദി, നമസ്കാരം.